അവിടെ എല്ലാവർക്കും ഒരു ഒരു ലെവൽ ഓഫ് റെസ്പെക്ട്ഫുൾ ആറ്റിറ്റ്യൂഡുണ്ട്. അതായത് എന്ന് പറഞ്ഞു എന്നെ ഒരു 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 വിധേയത്വം അവിടെ കൂടുതലാണ്. നമ്മുടെ ഇവിടുത്തെ കൾച്ചറിൻ്റെ ആണോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഇപ്പോൾ ഒരു ജീവിത രീതിയിലായിട്ടാണോ നമ്മുടെ കുറച്ച് നല്ല രീതിയിലാണ് വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ എന്താ എന്ന് പറഞ്ഞ ആറ്റിറ്റ്യൂഡ് ചെറുതായിട്ട് കിടക്കും, അവിടെ വേറൊരു സാധനമുണ്ട്, എന്നാൽ അവിടെ വേറൊരു ഗത്തുണ്ട്, പക്ഷെ അത് വേറെയാണ്. പിന്നെ അവിടെ ഒരു ഈ വൈരമുത്തുകൂടെ പാട്ടിന്റെ വരികളൊക്കെ പോലത്തെ ആ ഒരു ഒരു നൈർമല്യത അവരുടെ ആൾക്കാരുടെ മനസ്സിൽ ചെറുതായിട്ടൊക്കെ ഉണ്ട്, കുറച്ചും കൂടെ സോഫ്റ്റ്. അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ ഈ പറഞ്ഞ പോലെ അമ്മ പാസം അല്ലെങ്കിൽ ഈ പറഞ്ഞ അണ്ണൻ പാസം ഒക്കെ അവിടെ വർക്ക് ആവാനുള്ള റീസൺ കുറച്ചും കൂടെ സോഫ്റ്റ് ആണ്. അത് കുറച്ച് ക്രിഞ്ചൊക്കെ അവിടെ ഓക്കെയാണ്. നമ്മുടെ ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. ഞാൻ പേഴ്സണലി എനിക്ക് അത്യാവശ്യം ഇമോഷൻസ് ഉള്ള സിനിമകൾ ആണ് കൂടുതൽ വർക്ക് ആവുക, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഹുക്ക് നിർബന്ധമാണ് കാര്യം. അപ്പൊ അങ്ങനെയൊക്കെ കൂടെ നോക്കിയപ്പോൾ ആണ് ഈ കഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റിയത്. അതെ, അങ്ങനെ ഒന്നും അങ്ങനെ പെർഫെക്റ്റ് എന്ന് പറയാൻ അറിഞ്ഞാലും ഓക്കെ, എനിക്ക് ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. എന്തൊക്കെയായിരുന്നു യുവർ ഇനിഷ്യൽ പ്രിപ്പറേഷൻസ് ടു ബി മദ്രാസ്കാരൻ? പ്രിപ്പറേഷൻ കൂടുതലും ഈ തമിഴ് കൂടുതലും അങ്ങനെയുള്ള സിനിമകൾ, ഇപ്പോൾ മറ്റേ കാർത്തികിന മദ്രാസ് ആയാലും അല്ലെങ്കിൽ ധനുഷിൻ്റെ ആടുവേല അങ്ങനെയുള്ള പടങ്ങൾ ഞാൻ പണ്ട് കണ്ട പടങ്ങളൊക്കെ തന്നെ ഒന്നും കൂടെയൊക്കെ കാണുമായിരുന്നു. ജസ്റ്റ് ആ ഒരു ഇവരുടെ രീതി ഉണ്ടല്ലോ, ഒരു സ്പീഡുണ്ട് സംസാരത്തിൻ്റെ, അതൊന്ന് ക്യാച്ച് ചെയ്യാനുള്ള ഒരു ശ്രമത്തിന് വേണ്ടി അങ്ങനെയുള്ള പടങ്ങൾ കാണുമായിരുന്നു. പിന്നെ അങ്ങനെ വലിയ പ്രിപ്പറേഷൻസ് ഇല്ലായിരുന്നു, കാര്യം ഞാൻ എന്താണോ ഡയറക്ടർ പറയുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണോ പുള്ളി ഉദ്ദേശിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ്, ഒരു സ്പോട്ടിലാണ് കൂടുതൽ ഇംപ്രൂവൈസേഷൻ വരിക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് പ്രിപ്പയർഡ് ആയിട്ട് പോയില്ല. So we are excited to watch Madraskaran on Jan 10th. Now coming to you, Kale sir. ഞാൻ നേരത്തെ ചോദിച്ച റെഡി ടു റിസീവ് ഓൾ ദ ലവ്, കാരണം എന്തായാലും മലയാളികളോട് എപ്പോഴും ഒരു പ്രത്യേക സ്നേഹമാണ് തമിഴ് ഓഡിയൻസിന്. So you're really ready for the love? Yes. Oh, sweet. All right. And sir, to the director sir, നമ്മുടെ ഷെയ്നിന്റെ ഏതെങ്കിലും ഒരു പ്രത്യേക കഥാപാത്രം കണ്ടിട്ടാണോ മദ്രാസ്കാരനിലേക്കുള്ള ഈ ഒരു കാസ്റ്റിംഗ് പ്രോസസ് നടന്നത്? Like you've done a ton of amazing roles in Malayalam. So from that, any specific roles? Specific roles na Parava. Parava. Yeah. Okay, adile character ആണ്. அந்த character எனக்கு ரொம்ப பிடிக்கும். அப்புறம் இஷ்க். Okay. So அது எல்லா படங்களும் தான் நிறைய பார்த்தேன். சொன்னேன் உங்கள்கிட்ட, கும்பலாங்கி நைட்ஸாக இருக்கட்டும், இஷ்கா இருக்கட்டும், அண்ட் ஆர்டிக்ஸாக இருக்கட்டும். ஓகே, ஒரு மாதிரியாக எப்படி சொல்கிறது, இஸ் கூட ஆர்டிஸ்ட். அதை தாண்டி அவரோட பர்ஃபார்மன்ஸ், அது ஒரு ரியலிஸ்டிக்னஸ், அது நிறைய விஷயம் பிடிச்சது. ஸோ அதுதான் வந்து ஓகே, ஒரு கண்டிப்பாக பொருத்தமாக இருப்பார். ஸோ அதோட இன்ஸ்பிரேஷன் தான் எனக்கு மெட்ராஸ்காரனுக்கு இவரை கூட்டிகிட்டு வரணும்னு தோணுச்சு. All right, thank you so much sir. And yes sir, நாளைக்கு சென்னையில் வந்து ட்ரெய்லர் அண்ட் ஆடியோ லான்ச்சஸ் ஹேப்பனிங். ஸோ கண்டிப்பாக நீட் ஆல் யோர் சப்போர்ட். அண்ட் விஜய் சேதுபதி now is releasing the trailer. ஸோ இந்த அளவுக்கு நாங்கள் ஸ்லாங்கை பிடிச்சி பேச ரெடியாக ப்ரோ முடிஞ்ச அளவுக்கு பண்ணிட்டேன், நான் தெரியல. അതായത് ഇപ്പോൾ ബ്രോ ബേസിക്കലി ഒരു 10, 20, 25 28 വയസ്സ് വരെ, ഇപ്പം എനിക്ക് 29, പക്ഷേ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് 28 അപ്പം 28 വയസ്സ് വരെ സംസാരിച്ച ഭാഷ മൊത്തം മറന്നിട്ട് ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ തമിഴ്നാട് നടക്കില്ല, ഇറ്റ്സ് നോട്ട് പോസിബിൾ. പക്ഷെ ഒരു പുള്ളി പറയുന്ന ഒരു രീതിയുണ്ട്, അതേപോലെ ഇമിറ്റേറ്റ് എങ്കിലും ചെയ്യാൻ നോക്കിയിട്ടൊക്കെ ഞാൻ ഡബിങ്ങിൽ കുറേയൊക്കെ ഐ ട്രൈഡ്. യു ഗൈസ് ഹാവ് ടു സേ, ഓഡിയൻസ് ആഫ്റ്റർ 10 നിങ്ങളാണ് പറയേണ്ടത്. ஆக்சுவலி மெட்ராஸ் பாஷன்றது எல்லாருக்குமே அங்கே கிடையாது. ஓகே, மெட்ராஸை சென்னை பொறுத்த வரைக்கும் ஒரு 60 to 70%